ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 kg കേക്കാണ് ചെയ്തിട്ടുള്ളത്. 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബാസ്ക്കറ്റ് നോസിലാണ്. നമ്മളിപ്പോൾ സാധാരണ ബാസ്ക്കറ്റ് ഡിസൈനൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നോസിലാണ് ഇട്ടത്. നമുക്കിപ്പോൾ ഷോപ്പിൽ ബാസ്ക്കറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കിട്ടും ഈ ഒരു നോസിൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യണത്. സാധാരണ ഈ ഒരു നോസിൽ വെച്ചിട്ട് ബാസ്ക്കറ്റ് ഡിസൈനാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു 5 kg കേക്കിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോസിലിൻ്റെ ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും, ഒരു സൈഡിൽ ചെറുതായിട്ട് ഒരു മാർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു മാർക്ക് വരുന്ന ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് വേണം ഈ ഒരു ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. താഴെ നിന്നും മുകളിലോട്ട് ഇങ്ങനെ ഓരോ ലൈൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കേക്കിന് ഫുള്ള് ഈ ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. സിമ്പിളാണ് ചെയ്യാൻ, എന്താ പറയുക, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേഷനും കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ ലൈൻസായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓരോ ലൈൻസിനും നമ്മൾ ചെയ്യണതിനനുസരിച്ചിട്ട് ചെറുതായിട്ടൊരു വളവ് വരും. അപ്പോൾ ആ വളവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈൻ ഇങ്ങനെ വളഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്കെയിലോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഇതുപോലെ ഒരു ലൈന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ കറക്റ്റിന് നമുക്ക് ആ ഒരു ചെരിവ് വരാതെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആ മാർക്കിലനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു ലൈൻ ഇട്ട കാരണം കറക്റ്റിന് തന്നെ നമുക്ക് ഓരോ ലൈൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഒരു വളവൊന്നും ഇല്ലാതെ കറക്റ്റ് ലൈൻസായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ട് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചുറ്റിലും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. ആ ഗ്യാപ്പ് വന്ന ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഫ്ലവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ റോസ് ഫ്ലവർ ചെയ്യണ വലിയ നോസിലുണ്ട്, റോസിൻ്റെ പെറ്റൽസ് ചെയ്യണതിന് ആ ഒരു നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവറിനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വലിയ നോസിലായ കാരണം ഫ്ലവർ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് വരും കേട്ടോ. ഈ ഒരു ഫ്ലവർ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ചെറിയ നോസിൽ വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് ഒരു 3-4 ഫ്ലവേഴ്സൊക്കെ സെൻറ്ററിൽ കൊടുത്താൽ മതി. അപ്പോഴും ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ലീഫും ഫ്ലവറൊക്കെ വരുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളർ വെച്ചിട്ടാണ് ഫ്ലവർ കൊടുക്കുന്നത്. വൈറ്റ് അല്ലേ നമ്മളിവിടെ കേക്കിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കോമ്പിനേഷൻ നോക്കട്ടെ. നല്ല കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഫ്ലവറിന് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വലിയൊരു റോസ് ഫ്ലവർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റോസ് ഫ്ലവർ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ആ ഒരു നോസിൽ വെച്ച് ചെയ്തതുകൊണ്ട് റോസ് ഫ്ലവർ എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഞാനിത് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലീഫ് കൊടുക്കാം. ലീഫ് 2-3 സ്ഥലങ്ങളിലായിട്ടാണ് ലീഫ് കൊടുക്കുന്നത്. അപ്പോൾ ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലീഫ് നോസിലാണ്. ലീഫ് നോസിൽ പല സൈസിലുണ്ട്, 2-3 ടൈപ്പായിട്ട് ലീഫ് നോസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഷാർപ്പായിട്ടുള്ള നോസിലാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത് വെച്ചിട്ട് 2-3 സ്ഥലങ്ങളിലായിട്ടാണ് ലീഫ് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം. കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് ഫോട്ടോ എടുക്കുന്ന ക്യാമറ ഏതാണ് അല്ലെങ്കിൽ ഫോൺ ഏതാണെന്നുള്ളത്. ഞാൻ ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോ എടുക്കാനും ഒരേ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. രണ്ടിനും 2 ഫോണൊന്നല്ല യൂസ് ചെയ്യണത്. പക്ഷേ ഞാൻ കിച്ചണിലെ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ള കാരണമാണ് ആ ഒരു വീഡിയോ ക്ലിയർ ഇല്ലാതെ ആവണം കേട്ടോ. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റുള്ള ഭാഗത്താണ് കൊണ്ടുവന്ന് വെക്കാറുള്ളത്. അതുകൊണ്ടാണ് അത് അത്രയും ക്ലിയറിൽ കിട്ടണത് കേട്ടോ. പിന്നെ ഈ മാസം ആണ് ഞാൻ ഫോണ്ടനിൻ്റെ ക്ലാസ് വെക്കണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ, ഫോണ്ടനി ക്ലാസ്സിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്